ഇപ്പൊ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന നിങ്ങൾ തമ്പുരാനോട് സങ്കീർത്തകൻ പറഞ്ഞ ഈ ഒരു പ്രാർത്ഥന ഏറ്റുപറയണം. 16-ാം സങ്കീർത്തനത്തിന്റെ ഹെഡിങ് ദൈവം എൻ്റെ അവകാശം എന്നാണ്. എന്താണ്? ദൈവം എൻ്റെ അവകാശമാണ്. അപ്പൊ ദൈവമേ, നീ എന്നെ കാത്തുകൊള്ളണം. തൻ്റെ അവകാശത്തെ കാത്തു സൂക്ഷിക്കേണ്ടത് അവകാശപ്പെട്ടവൻ തന്നെയാണ്. ആണല്ലോ? ആണോ? സംശയമുണ്ടോ? പിന്നെ വേറെ എവിടെയെങ്കിലും അഭയം തേടി ഓടിപ്പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ തമ്പുരാൻ എൻ്റെ അവകാശം. ഞാൻ ആരുടെ അവകാശം? കർത്താവിൻ്റെ മാത്രമാണ്. അപ്പൊ ഈ ആലയത്തിൽ നിൽക്കുമ്പോൾ അവനോട് പറയണം, നീ എന്നെ കാത്തുകൊള്ളണം. ഞാൻ നിന്നിലാണ് ശരണം വെച്ചിരിക്കുന്നത്. നീയാണ് എൻ്റെ കർത്താവ്. അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മ ഒന്നുമില്ല. ഇനി മറ്റൊരു കാര്യം പറയുകയാണ്. ഹബക്കൂക്ക് പ്രവാചകന് തമ്പുരാൻ ഒരു മറുപടി കൊടുത്തു. 2-ാം അധ്യായം 2-ാമത്തെ വചനം, കർത്താവ് എനിക്കുത്തരമരുളി, ദർശനം രേഖപ്പെടുത്തുക. എന്നിട്ട് അടുത്ത വചനമാണ്, ഓടുന്നവന് പോലും വായിക്കത്തക്ക വിധത്തിൽ ഫലകത്തിൽ വ്യക്തമായി എഴുതുക. ഓടിപ്പോകുന്ന വ്യക്തിക്കും വായിക്കണമെങ്കിൽ അത് വ്യക്തമായി എഴുതി വെക്കണം. വേണമല്ലോ? എൻ്റെ ജീവിതത്തിൽ ദൈവം എന്താണ് എഴുതാൻ ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചാൽ, ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ്. ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് മാറ്റമുണ്ടാവുകയില്ല. അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക. ദർശനം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി. ഉത്തരം ഒന്നും കിട്ടാതെ വന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഇരിക്കും. 2-ാം അധ്യായം 1-ാമത്തെ വചനം അതാണ്, ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തിൽ ഇരിക്കും. നീ എന്നോട് എന്ത് പറയുമെന്നും എൻ്റെ ആവലാതിയെക്കുറിച്ച് എന്ത് ഉത്തരം തരുമെന്നും അറിയാൻ ഞാനിവിടെ കാത്തിരിക്കും. ഞാൻ പോവില്ല, ഞാൻ മാറില്ല. ഇങ്ങനെ പറയുന്ന പ്രവാചകനോട് ദൈവം പറയുകയാണ്, ഒരു ഫലകം നീ എടുക്കുക. ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തി പോലും വായിക്കത്തക്ക വിധത്തിൽ ആ ഫലകത്തിൽ എഴുതി വെക്കണം, എനിക്കുള്ള അനുഗ്രഹം എന്നെ കാത്തിരിപ്പുണ്ട്. ഒരു മനുഷ്യൻ ധൃതിയിൽ, വേഗത്തിൽ, വേദനയിൽ ജീവിതത്തിന് രക്ഷപ്പെടാൻ ചിലപ്പോൾ ഓടുകയായിരിക്കും. ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഓടുകയായിരിക്കും. ചിലപ്പോൾ എവിടെയുണ്ട് രക്ഷയെന്നോർത്ത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവന് പോലും വായിക്കാവുന്ന വിധത്തിൽ എഴുതി വെക്കണം, മകനെ, മകളെ, നിന്റെ ദർശനമിതാ നിന്നെ കാത്തിരിക്കുകയാണ്. അത് വൈകുകയില്ല. ഉടനെ നിന്നെ തേടി വരും. നീ കാത്തിരുന്ന മാത്രം മതി. ഈ ആലയത്തിൽ ഇരിക്കുമ്പോൾ ദൈവമേ, നീയാണ് എൻ്റെ കർത്താവ്, നിന്നിലല്ലാതെ എനിക്ക് നന്മയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നീ അവൻ്റെ സന്നിധിയിലിരുന്ന് നിനക്കുള്ള ദർശനം കാത്തിരുന്ന് നീ പ്രാർത്ഥിച്ചാൽ ആ തമ്പുരാൻ ഇന്ന് നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ആ തമ്പുരാൻ ഇന്ന് നിന്നെ ഓർക്കാൻ പോവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനം, നമ്മുടെ ജീവിതം മൊത്തം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. നിന്നെ വ്യക്തമായി അറിയുന്ന കർത്താവ് ഇന്ന് നിനക്ക് വേണ്ടി അനുഗ്രഹവുമായി നിന്നെ തേടിയെത്തണം. ഏതൊക്കെ മേഖലകളിൽ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികളുണ്ടോ, നിങ്ങളതെല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക. ഒന്നും വെറും വാക്ക് പറയുകയല്ല. ഞാൻ ഈ ഒരു മാസക്കാലം നല്ല റെസ്റ്റിലായിരുന്നു. കംപ്ലീറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആശുപത്രിയിൽ. ഞാൻ ഇതുവരെ കോളേജിൽ പോലും പോയിട്ടില്ല. നാളെയാണ് ഞാൻ കോളേജിലേക്ക് ആദ്യമായിട്ട് യാത്രയാവുക. അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം ഫോൺ വിളിക്കുന്നവരോട് സംസാരിക്കാനോ കൗൺസിലിങ്ങിന് വരുന്നവരോട് സംസാരിക്കാനോ ഒന്നും എനിക്ക് പറ്റാറില്ലായിരുന്നു. പക്ഷെ ആളുകളെല്ലാം എൻ്റെ ഫോണിൽ എനിക്ക് വാട്സപ്പിലൊക്കെ ആയിട്ട് പെയർ റിക്വസ്റ്റുകൾ മെസ്സേജ് ചെയ്യാറുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഒരു 5 കുറയാതെ ആളുകൾ, ഒത്തിരി പേര് വിദേശത്ത് നിന്ന് ആണ് ആളുകൾ മെസ്സേജ് അയച്ചിരിക്കുക. കുറേ പേര് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മക്കൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ മെസ്സേജ് അയച്ചിരിക്കുക. ഞാൻ ആ കട്ടിലിൽ കിടന്നുകൊണ്ട് ശക്തമായ രോഗപീഠയുടെ മധ്യത്തിൽ ഞാൻ അവർക്ക് തിരിച്ചയച്ച മെസ്സേജുകൾ ഇപ്രകാരമാണ്: നിങ്ങൾ ഇത്രയും ദിവസം പ്രാർത്ഥിച്ചു, കാത്തിരുന്നോ, നിങ്ങൾക്ക് എത്ര നഷ്ടപ്പെട്ടോ, എന്ത് കിട്ടാതെ പോയിട്ടുണ്ടോ, എന്ത് തടസ്സപ്പെട്ടിട്ടുണ്ടോ, അതെല്ലാം തമ്പുരാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ഈ 22 ദിവസത്തിനുള്ളിൽ
ഈ 5 പേരെ എനിക്ക് മെസ്സേജ് അയച്ചതെങ്കിൽ 5 പേരുടെയും മറുപടി 22 ദിവസത്തിനുള്ളിൽ എനിക്ക് കിട്ടി. സിസ്റ്ററെ, വിസ വന്നു, മെഡിക്കൽ കഴിഞ്ഞു, ആ ടെസ്റ്റ് പാസ്സായി, അവിടെ ജോലി കിട്ടി, ഞാൻ പോവുകയാണ്. ഇങ്ങനെയല്ലാതെ ഒന്നും നിരുത്സാഹപ്പെടുത്തുന്ന ഒരു മറുപടിയും എനിക്ക് വന്നില്ല. മൊത്തം ടെസ്റ്റ് മണികളും ഇങ്ങനെ മാത്രമാണ് വന്നത്. ഇപ്പം ഞാൻ തിരിച്ചറിയുകയാണ്, ഒരു മനുഷ്യൻ തമ്പുരാന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവൻ എന്ത് വേണമെന്ന് ആരറിയുന്നുണ്ട്? കർത്താവ് അറിയുന്നുണ്ട്. ഞാൻ ഏതവസ്ഥയിലാണെങ്കിലും ഇവരുടെ നിയോഗം ഇവരെന്നോട് പറഞ്ഞു, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു വചനം അയച്ചു കൊടുത്തു. അവരുടെ ജീവിതത്തിലേക്ക് സ്വർഗം ഇടപെട്ടു. നമ്മുടെ ബലഹീനതയിലും കുറവിലും പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയിലും ഉത്തരമില്ലാത്ത ചോദ്യത്തിലും എല്ലാം ഇന്ന് ഈശോ ഇറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എൻ്റെ മക്കളെല്ലാം കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിക്കുക. സ്വർഗം ഇന്ന് നമ്മളെ കാണണം. സ്വർഗം ഇന്ന് നമുക്ക് വേണ്ടി വലിയൊരു അനുഗ്രഹം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് മേടിച്ചുകൊണ്ടേ നിങ്ങൾ പോകാവൂ. ആത്മീയ മേഖലയിലുള്ള അനുഗ്രഹമുണ്ട്, ഭൗതിക മേഖലയിലുള്ള അനുഗ്രഹമുണ്ട്. കർത്താവെ, മർക്കോസ് 16-ാമത്തെ അധ്യായത്തിൽ അവസാന വചനത്തിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുന്ന് അടയാളങ്ങളിലൂടെ വചനത്തെ സ്ഥിരീകരിച്ചു കൊടുത്തുവെന്ന്. കർത്താവെ, നിന്നിലല്ലാതെ നന്മയൊന്നും എനിക്കില്ല. എല്ലാ ജീവിതങ്ങളും തമ്പുരാനോട് പറയണം, കർത്താവെ, എനിക്കുള്ള അനുഗ്രഹം ഇന്ന് എന്നെ തേടിയെത്തുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. എനിക്കുള്ളത് ഇന്ന് എന്നെ കടന്നു പോവില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ശക്തമായ എല്ലാ ജീവിതങ്ങളും മനം തുറന്ന് ഈ മണിക്കൂറുകളെ കർത്താവിന് കൊടുത്ത് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. മനമുയർത്തി സ്വരമുയർത്തി പ്രാർത്ഥിച്ചേ. കർത്താവെ, പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു, എന്നാൽ അങ്ങയുടെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തന്ന കർത്താവെ, നിന്റെ വചനത്തിന്റെ അത്ഭുതകരമായ ശക്തിയാൽ കർത്താവെ, എന്റെ അനുഗ്രഹങ്ങൾ ഇന്ന് എന്നെ തേടിയെത്തുവാൻ ആഗ്രഹിച്ച് ഇതാ മനം തുറന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. എവിടെയൊക്കെ താമസമുണ്ടോ, ഏതൊക്കെ കാര്യത്തിൽ താമസം നേരിടുന്നുണ്ടോ, ആ മക്കളെല്ലാം ഇന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് ഉത്തരമില്ല, ഒത്തിരി നാളുകളായി മാസങ്ങളായി പ്രാർത്ഥിച്ചോ, അവർക്കൊരു അനുഗ്രഹമാണ് ഇന്റെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് വെച്ചിരിക്കുക. എല്ലാ മക്കളും പ്രാർത്ഥിക്കണം. എവിടെയാണോ താമസം വിനാ നിനക്ക് കർത്താവിന്റെ കൃപ നേടേണ്ടത്, അവിടെ എല്ലാം ദൈവത്തിന്റെ കൃപ ഇറങ്ങി വരാൻ കർത്താവെ പ്രാർത്ഥിച്ച് ഞാനിതാ കാത്തിരിക്കുകയാ. എനിക്ക് വേണ്ടി നിന്റെ അനുഗ്രഹങ്ങൾ ഇന്ന് സ്വർഗത്തിൽ നിന്ന് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, സ്വരമുയർത്തി മനമുയർത്തി എല്ലാ ജീവിതങ്ങളും അല്പം കൂടി സ്വരമുയർത്തി പ്രാർത്ഥിക്കണം. കർത്താവെ, നീ അല്ലാതെ നന്മയൊന്നുമില്ല. നിന്നിൽ ഞാൻ ശരണം വെച്ചിരിക്കുന്ന കർത്താവെ, നിന്നിൽ മാത്രം ഞാൻ ശരണം വെച്ചിരിക്കുന്ന കർത്താവെ, എന്റെ ജീവിതത്തെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി. കർത്താവിനെ മതിമറന്ന് ഒന്ന് പാടി ആരാധിക്കാൻ പോവുകയാണ്. എല്ലാ ജീവിതങ്ങളും കർത്താവിനെ കരങ്ങൾ അടിച്ച് പാടി പാടി സ്തുതിക്കണം. പ്രിയപ്പെട്ട മക്കളെ, ഇത് കർത്താവിന്റെ ആലയത്തിൽ നീ വന്നിരിക്കുകയാണ്. ദൈവമല്ലാതെ മറ്റൊരു നന്മ നിനക്കില്ല. കർത്താവ് നിന്നെ ഇന്ന് ഓർത്തോർത്ത് അനുഗ്രഹിക്കാൻ പോകുന്ന ദിവസമാണ്. അവൻ നിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണെന്ന് നിനക്ക് തിരിച്ചറിവ് തരുന്നൊരു ദിവസമാണിന്ന്. പ്രിയപ്പെട്ട മക്കളെ, എല്ലാ ജീവിതങ്ങളും ഹൃദയം മുഴുവൻ ഈശോയുടെ പക്കലേക്കൊന്ന് ഉയർത്തിക്കേ. ഈ ആലയത്തെ ഒന്ന് സമർപ്പിച്ചേ. വചനത്തിൻ്റെ വലിയൊരു അഭിഷേകം ഇവിടെ നിറയപ്പെടാൻ എല്ലാ മക്കളും പ്രാർത്ഥിക്കണം. ആരും ആരെയും ശ്രദ്ധിക്കരുത്. നിങ്ങൾ നിൽക്കുന്ന ഈ ആലയത്തിൻ്റെ 4 മൂലകളെയും സമർപ്പിക്കുക. ഇടത്തും വലത്തും മുമ്പിലും പിമ്പിലും എല്ലാം നിൽക്കുന്നവരെ സമർപ്പിക്കുക. ഒപ്പം നിൽക്കുന്നവരെ ഒക്കെ സമർപ്പിക്കുക. കർത്താവെ, ഈ ആലയത്തിൽ ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങളെ മുഴുവൻ ഇന്ന് സ്വർഗത്തിൽ ഓർമ്മിക്കണമേ എന്ന് പ്രാർത്ഥിച്ചേ. മക്കളെ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, ഈ സമയം അവന്റെ മുമ്പിൽ ഇരിക്കുന്നത് സ്വർഗം ഒന്ന് ഓർമ്മിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. സ്വർഗമേ, എന്നെ ഓർക്കണമേ. ഇന്ന് ഞങ്ങളെ കാണണേ കർത്താവേ, ഇന്ന് ഞങ്ങളെ കാണണം.
അന്ന് ഈജിപ്തിൽ കടന്നുകൊണ്ട് ഇസ്രായേൽ മക്കൾ നിലവിളിച്ചു പ്രാർത്ഥിച്ചപ്പോ ആ നിലവിളി ദൈവ സന്നിധിയിലെത്തി അവരെ കുറിച്ചുള്ള ഓർമ്മ സ്വർഗത്തിലെത്തിയതുപോലെ എന്റെ മക്കളെ, ഇവിടെ നിന്ന് നീ പ്രാർത്ഥിക്കുന്ന ഈ ദിവസം, ഈ മണിക്കൂറിൽ നീ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ സ്വർഗം ഓർക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു. എല്ലാ ജീവിതങ്ങളും പ്രാർത്ഥിച്ചേ മക്കളെ, എല്ലാ മനസ്സുകളും പ്രാർത്ഥിച്ചേ. കർത്താവേ, വചനം കേൾക്കാൻ തടസ്സം നിൽക്കുന്ന എല്ലാ അസ്വസ്ഥകളും ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ നിർവീര്യമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ വലിയ അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളും വലിയ മാനസാന്തരങ്ങളും ഇന്ന് സംഭവിക്കാൻ ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ, അടയാളങ്ങൾ സംഭവിക്കാൻ, വചനം പ്രഘോഷിക്കാൻ നിന്റെ കരം ഇപ്പോൾ ഞങ്ങളുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 4:30-31 അഭിഷേകം ഈശോ ഈ ആലയത്തിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഞങ്ങളുടെ അടുക്കലേക്ക് ഈ സമയം വരണം. അമ്മ എൻ്റെ ഒപ്പം നിൽക്കണം. അമ്മേ, വചനം കേൾക്കുമ്പോൾ അതപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ മാംസം ധരിക്കാൻ ഇടയാകണം. ആ വചനം എനിക്ക് അനുഗ്രഹമായി മാറണം. ആഗ്രഹിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യനാകുവാൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് സ്വന പേടകത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടോ? സ്വരത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടോ? 1 മാസം മുമ്പ് ഞാൻ വന്ന ആളുകളുടെ സ്വരമൊന്നും അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. എന്തു പറ്റി? സ്വരമുയർത്തി വചനം പറയണം. മത്തായി 10:32 വചനം പറയുന്നുണ്ട്, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗപിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഈ ആലയത്തിൽ ഇരുന്ന് ഈശോയെ നീ ഏറ്റുപറഞ്ഞാൽ നിന്നെ എവിടെയാ ഏറ്റുപറയാൻ പോകുന്നത്? എവിടെയാ? സ്വർഗത്തിലാണ്. അതുകൊണ്ട് സ്വരമുയർത്തി തന്നെ വചനം പറയണം. ഈ വചനം പറയുന്ന എന്തിനെന്ന് ചോദിച്ചാൽ, ഈശോ ഇന്ന് ഒത്തിരി അടയാളങ്ങൾ ചെയ്യുമെന്ന് ഈശോ എന്നോട് പറയും. അതുകൊണ്ട് നിങ്ങളത് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, അനുഭവമുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വെളിച്ചത്തിലെങ്കിൽ നിങ്ങൾ ഇതുപോലെ പയ്യെ പറഞ്ഞാൽ പോരാ, സ്വരം ഉയർത്തി പറയണം. പ്രഭാഷകന്റെ പുസ്തകം 36-ാം അധ്യായം 6-ാം വചനം, കർത്താവേ, ഇത്രയുള്ളോ? കർത്താവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് നിന്റെ കരബലം എന്റെ ജീവിതത്തിൽ ഇന്ന് പ്രകടമാക്കണമേ. ഒരിക്കൽ കൂടി എല്ലാവരും സ്വരം ഉയർത്തി, കർത്താവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം എന്റെ ജീവിതത്തിൽ പ്രകടമാക്കണമേ. ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചു കൊള്ളുക. വലിയ വേദനയിലും സങ്കടത്തിലും ഇരിക്കുന്ന മക്കളുണ്ട്, കടബാധ്യതയിൽ നിൽക്കുന്ന മക്കളുണ്ട്. പ്രാർത്ഥിച്ചു കൊള്ളുക. കർത്താവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം എന്റെ ജീവിതത്തിൽ ഇന്ന് പ്രകടമാക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. നിങ്ങൾക്ക് സുഖമാണോ? ആണോ? കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ അനുവദിച്ച ഇനി ഒരിക്കൽ കൂടി ഞാൻ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഉണ്ടോ? അങ്ങനെ കർത്താവ് അനുവദിച്ചിട്ടാണ് ഞാൻ വന്നത്. എങ്കിലും വരാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. കാരണം ആരോഗ്യമൊന്നും ശരിയായില്ലായിരുന്നു. എങ്കിലും ഈശോ ഇന്നിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈശോ എന്നോട് പറഞ്ഞു,
നമ്മെ ഓർക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. എന്തിനെക്കുറിച്ചാണ്? കർത്താവിന് ഓർമ്മയുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? അങ്ങനെയാണ് മറവിയുണ്ടോ ഈശോയ്ക്ക്? പിന്നെ തന്നെ ഓർക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുന്നേ? കർത്താവിന് ഓർമ്മയാണോ മറവിയാണോ ഉള്ളത്? പറ നിങ്ങൾക്ക് മറവിയുണ്ടോ? ഉണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത് പറഞ്ഞപ്പോൾ പിള്ളാടെയൊക്കെ സ്വരമൊക്കെ അങ്ങ് താന്നുപോയി. കർത്താവിന് മറവിയുണ്ടായിട്ടല്ല ഓർക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിന് എന്നെക്കുറിച്ച് ഓർമ്മ മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ഓർക്കുന്ന കർത്താവിനെ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഞാൻ അനുഭവിക്കാനാണ് ഇന്ന് ഇങ്ങനെ ഒരു സന്ദേശം പറയാൻ ഈശോ എന്നോട് പറയുക. അപ്പോൾ നമ്മെ ഓർക്കുന്ന ഒരു കർത്താവിനെ കുറിച്ച് സങ്കീർത്തകന്റെ പുസ്തകം 115 അധ്യായം 12 വചനം എഴുതി വെച്ചിട്ടുണ്ട്. സങ്കീർത്തനം 115:12. എന്താണ് വചനം? കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. എന്ന് പറഞ്ഞേ, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഇനി ചങ്കിലേക്ക് കരം ചേർത്ത് വെച്ചിട്ട് പറഞ്ഞേ, കർത്താവിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കും. ഒരിക്കൽ കൂടി പറഞ്ഞേ, കർത്താവിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ ഓർമ്മ ഒത്തിരി വലുതാണ്, ഒരുപാട് വലുതാണ്. ഒരിക്കല് ഒരു ധ്യാന ഗുരുവിൻ്റെ അനുഭവമാണ് ആദ്യമേ ഞാൻ പങ്കുവെക്കുക. കാരണം ദൈവത്തിൻ്റെ ഓർമ്മ നമ്മുടെ ഓർമ്മ പോലെയല്ല. ആ മനുഷ്യൻ വചനമൊക്കെ പറഞ്ഞ് തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് ഒരു സ്ഥലത്ത് ഒരു പള്ളിയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഒരു വിളി കിട്ടി. വലിയ വചന പ്രഘോഷകനൊന്നുമല്ല, സ്റ്റാർട്ടിംഗ് ആണ്. വലിയ സന്തോഷത്തോടെയാണ് അവിടുത്തെ ഒരു കമ്മിറ്റി അംഗം പറഞ്ഞ് അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ട് വിളിക്കുകയാണ്. 2.5 മണിക്കൂറിൻ്റെ പ്രോഗ്രാമാണ് ഈ പള്ളിയിൽ. ഞാൻ പള്ളിയുടെ പേരൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അറിയും, അത് അത്രയും ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ്. ഒത്തിരി സന്തോഷമായി ആ മനുഷ്യന്. അദ്ദേഹം പ്രാർത്ഥിച്ചും രാത്രി മുഴുവൻ വചനമൊക്കെ പേപ്പറിൽ എഴുതി കൂട്ടിയും തനിക്കറിയാവുന്ന ത്യാഗങ്ങളൊക്കെ ചെയ്ത് ശുശ്രൂഷയ്ക്ക് ചെന്ന് നിന്നു. ശുശ്രൂഷ തുടങ്ങി ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന 5-6 പേര് പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് അതും ഇതൊക്കെ പറഞ്ഞ് കുശുത്തു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പേപ്പർ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു. 5 മിനിറ്റ് കൂടി പറഞ്ഞ് ബ്രദർ ഈ ധ്യാനം അവസാനിപ്പിക്കണം എന്ന് അപേക്ഷിക്കുന്നു. സന്തോഷമുണ്ടോ സങ്കടമുണ്ടോ? എന്തായിരിക്കും തോന്നുക? സങ്കടം തോന്നും, നാണക്കേട് തോന്നും, മാനക്കേട് തോന്നും. അദ്ദേഹം 5 മിനിറ്റ് കൂടി പറഞ്ഞ് വചനം പറഞ്ഞ് അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ ആ പള്ളിയുടെ അൾത്താരയിലേക്കൊന്ന് നോക്കി നിറഞ്ഞ കണ്ണുനീർത്തുള്ളികൾ നിലത്തിട്ടിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് 2.5 വർഷങ്ങൾക്ക് ശേഷം അതേ പള്ളിയിലെ അൾത്താരയിൽ അദ്ദേഹം നിന്ന് വചനം പറഞ്ഞപ്പോൾ അദ്ദേഹം പങ്കുവെച്ചൊരു കാര്യമുണ്ട്. സങ്കീർത്തനം 115:12. എന്താണ്? കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അന്നത്തെ കമ്മിറ്റി അംഗവും അന്നത്തെ ദൈവജനവും ആ ദിവസം മറന്നുപോയി. പക്ഷെ ആൾക്കാരുടെ മുമ്പിൽ വീഴ്ത്തിയ കണ്ണുനീർത്തുള്ളികൾ ഓർമ്മിച്ച് വെച്ച ഒരു കർത്താവുണ്ട്. അവനത് ഓർത്തു വെച്ചിട്ട് അവനത് കാത്തിരുന്ന് ചേർത്ത് വെച്ചിട്ട് ഒരു അനുഗ്രഹം അവന്റെ ജീവിതത്തിലേക്ക് വെച്ചു കൊടുക്കാൻ മറക്കാത്തൊരു കർത്താവ്. ഇതാണ് കർത്താവിൻ്റെ ഓർമ്മ. മറവിയുള്ള കർത്താവല്ല. അവന്റെ ഓർമ്മ എനിക്കെവിടെ നഷ്ടപ്പെട്ടോ അത് തിരിച്ചു തരാൻ ഓർത്തിരിക്കുന്ന ഒറ്റ
വ്യക്തിയുള്ളൂ മക്കളെ, അത് സ്വർഗം മാത്രമാണ്. നിനക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിനക്ക് പോലും അറിയില്ല. പക്ഷെ അതെല്ലാം ഓർത്തിരുന്ന് കണക്ക് കൂട്ടി എടുത്തു വെക്കുന്ന ഒരു തമ്പുരാൻ, ഓർമ്മ വെക്കുന്ന ഒരു തമ്പുരാൻ ഉള്ളത് കൊണ്ടാ സങ്കീർത്തകൻ പറഞ്ഞത്, കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട മക്കളെ, ഇന്നലെ ഇങ്ങ് യാത്ര ചെയ്ത് വന്നപ്പോ സിസ്റ്ററും ഞാനും കൂടി ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരനുഗ്രഹം ഈശോ ഈ നാളുകളിൽ ജീവിതത്തിലേക്ക് വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതിപ്പം ഞാൻ പറയില്ല, ഇനി ഈശോ അനുവദിച്ചെങ്കിൽ ഇനി വരുമ്പോൾ ഞാനത് പറയും. സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു അനുഗ്രഹം ഈശോ എനിക്ക് ഈ നാളുകളിൽ തന്നു. അപ്പം ഞാനിങ്ങനെ വന്ന വഴിയിൽ എൻ്റെ കൂടെയുള്ള സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, അലച്ചിലുകളൊന്നും ഈശോ മറക്കില്ല സിസ്റ്ററെ, ഈശോയ്ക്ക് വേണ്ടി അലയുന്നതൊന്നും ഈശോ മറക്കില്ലല്ലേ, അതായിരിക്കുമല്ലേ ഈശോ ഇത് തന്നത് എന്ന്. ഇനി ഞാൻ വരുമ്പോൾ എന്നോട് ചോദിക്കുമോ നിങ്ങൾ? ഇപ്പോൾ എനിക്കത് പറയാൻ പറ്റില്ല. ഞാൻ പറയും, ഞാൻ ഇനി ഈശോ അനുവദിച്ചിവിടെ വന്നാൽ നിശ്ചയമായും നിങ്ങളോട് പറയും. അല്ലെങ്കിൽ ഒരു 2 മാസങ്ങൾക്ക് ശേഷം എവിടെയെങ്കിലും ആ വലിയൊരു ടെസ്റ്റിമണി എൻ്റെ വീട് നിങ്ങൾക്ക് കേൾക്കാൻ ഇടയാകും. അത് ഈശോ തന്ന ഒരു അനുഗ്രഹമാണ്. ഇപ്പം ഇത് പറയാൻ കാരണം എൻ്റെ മനസ്സിൽ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വചനം എടുത്തത്. നമ്മളെ ഓർക്കുന്ന ഒരു കർത്താവ്. നമ്മളെ ആരൊക്കെ മറന്നാലും ആരോർക്കും? ഈശോ ഓർക്കും. എടുത്തേ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 14 മുതൽ 16 വരെയുള്ള വചനങ്ങൾ എടുത്തേ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 14, 15, 16 വചനങ്ങൾ. നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്, പല ധ്യാനത്തിന്റെ ദൈവസ്നേഹത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ വചനം എന്താണ്? എന്നാൽ സീയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്കു മറക്കാനാകുമോ? മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. എന്താണ് ഈ മതിലുകൾ? എന്താണ് ഈ മതിലുകൾ? വീടിൻ്റെ ചുറ്റുമുള്ള ഭിത്തിയാണോ ഉദ്ദേശിച്ചത്? ആണോ? എൻ്റെ മതിലെന്ന് പറയുന്നത് എന്താ? എൻ്റെ തടസ്സം. ജെറീക്കോ കോട്ട മുറിച്ച് കടന്നാലേ അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലേ? അത് ഇടിച്ച് അവർക്കൊരു തടസ്സമാണ്. അതായത് കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കാൻ തടസ്സം നിൽക്കുന്നതായിരുന്നു അവർക്ക് ആ മതിൽ. അതുപോലെ ഈശോയുടെ ഹൃദയത്തിലേക്കും സ്നേഹത്തിലേക്കും ദൈവ അനുഗ്രഹത്തിലേക്കും പ്രവേശിക്കാൻ എനിക്ക് തടസ്സം നിൽക്കുന്നത് എന്തോ ആണ്, അതാണ് എൻ്റെ മതില്. ശരിയാണോ? ആണോ? ഇപ്പോൾ ഒരു അനുഗ്രഹമില്ല. ഇപ്പം നമുക്ക് മക്കളെ പഠിപ്പിക്കണം. സാമ്പത്തിക മേഖലയിൽ വലിയൊരു തകർച്ച ഒരു മതിലാണോ? ആണ്. ഒരു വ്യക്തി പെട്ടെന്ന് ജോലിയിലൊക്കെ പ്രവേശിച്ചു, ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടി. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ശക്തമായ തലവേദന. പരിശോധിച്ച് പറയുകയാണ് ട്യൂമർ. മതിലാണോ? ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ എൻ്റെ ജീവിതത്തിൽ തടസ്സം നിൽക്കുന്നതൊക്കെ എനിക്ക് മതിലുകളാണ്. ഇവിടെ വചനം എന്താ പറഞ്ഞേ? നിന്റെ മതിലുകൾ എന്താ പറഞ്ഞിരിക്കുന്നേ? നിന്റെ മതിലുകൾ എപ്പോഴും എവിടെയുണ്ട്? എൻ്റെ മുമ്പിലുണ്ട്. വചനം ഒന്ന് പറഞ്ഞേ, നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുമ്പിലുണ്ട്. ആരുടെ മുമ്പിൽ? കർത്താവിൻ്റെ മുമ്പിലുണ്ട്. കണ്ണുനീര് വാർക്കണോ? സങ്കടപ്പെടണോ? ഈശോ കാണുന്നില്ലെന്ന് വിചാരിക്കണോ? കർത്താവ് കാണുന്നുണ്ട്. പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും നിന്നെ ഞാൻ മറക്കുകയില്ല. ഇതാ നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. മുന്നോട്ട് പോകുന്ന ജീവിതത്തിൻ്റെ വഴികളിൽ ശുശ്രൂഷ വേണ്ട എന്ന് നാളെ എന്നോട് ആരേലും പറഞ്ഞ ഞാൻ കരയണോ? ഉത്തരവില്ല. കരയണോ? സങ്കടപ്പെടണോ? വേണോ വേണ്ടയോ? നിങ്ങൾ പറ. അതിന് കാരണം എന്നാ?
ഈ മതിൽ ആരാ കെട്ടിയത്? പ്രോഷാളമയാണോ കെട്ടിയത്? ആണോ? ആണ്. നിങ്ങൾക്ക് അങ്ങനെ ചിന്തയുള്ളൂ. ചേച്ചിക്ക് ഒരു ജോലിയൊക്കെ കിട്ടി, നേഴ്സ് പെണ്ണ് കല്യാണം കഴിച്ച് വീട്ടിൽ വന്നു. നേഴ്സിംഗ് ജോലി ചെയ്യാൻ പോകാൻ ഭയങ്കരമായ ആഗ്രഹത്തിലാണ്. അപ്പോഴിതാ പെട്ടെന്ന് പ്രഗ്നൻ്റായി. മതിൽ ജോലിക്ക് പോകണ്ട, കുഞ്ഞുണ്ടായിട്ട് പിന്നീട് ആലോചിക്കാം. പെണ്ണ് അപ്പത്തൊട്ട്, ഞാൻ ഒരു കൊച്ചിനെ കണ്ടോണ്ടോ ഞാൻ പറഞ്ഞു, അപ്പത്തൊട്ട് കരയേണ്ട കാര്യമുണ്ടോ? വേണോ? ഈ മതിൽ ആരുടെ മുമ്പിലുണ്ട്? ഈശോയുടെ മുമ്പിൽ. ഈ മതിൽ കർത്താവിൻ്റെ മുമ്പിലുണ്ടെന്ന് തമ്പുരാൻ എന്നെ പഠിപ്പിച്ചൊരു സമയമുണ്ട്. 3 വർഷങ്ങൾക്ക് മുമ്പ് നല്ല ശുശ്രൂഷയിൽ ഇങ്ങനെ കയറിയിരിക്കുന്ന പ്രാർത്ഥിച്ചൊക്കെ മുന്നോട്ട് പോകുന്ന സമയം, ടി വിയിലേക്കൊക്കെ വന്ന സമയം. ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ അധികാരികൾക്ക് ഒരാഗ്രഹം, അരുണാചൽ പ്രദേശ് മിഷനിൽ ഒരു ഹോസ്പിറ്റൽ മേടിച്ചു. ആ ഹോസ്പിറ്റലിൽ ഫാർമസിയുടെ ലൈസൻസ് കിട്ടണമെങ്കിൽ ഫാർമസി കോഴ്സ് പഠിച്ച ആരെങ്കിലും ഉണ്ടാവണം. ഞങ്ങളുടെ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ പാലാ പ്രൊവിൻസിൽ ഫാർമസിയിൽ PG എടുത്തിരിക്കുന്ന ഏക വ്യക്തി ഞാൻ മാത്രമാണ്. അപ്പോൾ അരുണാചൽ പ്രദേശിലെ ഹോസ്പിറ്റലിൽ ഫാർമസിയുടെ ലൈസൻസ് വെക്കണമെങ്കിൽ എൻ്റെ സർട്ടിഫിക്കറ്റ് കൂടിയേ തീരും. ഞാൻ കോളേജിലൊക്കെ പഠിപ്പിക്കാൻ കയറി, വചനത്തിനൊക്കെ ഇങ്ങനെ ലീവ് എടുത്തൊക്കെ പോകുന്ന ഒരു സമയം. മാത്രമല്ല എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു, എന്നോട് മിണ്ടുന്നു. എനിക്ക് അത്രയും നാളും കിട്ടാത്ത അംഗീകാരങ്ങൾ കിട്ടുന്നു. ഞാനിങ്ങനെ ഒരു പടി മുകളിൽ ഇങ്ങനെ കാലൊക്കെ പൊന്തിച്ച് ചവിട്ടി മുന്നോട്ട് പോകുന്നൊരു സമയമാണ്. അങ്ങനെ നിൽക്കുമ്പോൾ അരുണാചൽ പ്രദേശിലെ സുപ്പീരിയറിനെ, പ്രൊവിൻഷ്യൽ സുപ്പീരിയറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആൻമരിയായെ അരുണാചൽ പ്രദേശിന് പറഞ്ഞു വിടണം. കേരളത്തിലല്ല, കോട്ടയത്തല്ല, കേരളത്തിനും വെളിയിൽ നിങ്ങൾ പോയവർക്കറിയാം, അരുണാചൽ പ്രദേശിൽ അത്യാവശ്യം റേഞ്ച് പോലും ഇല്ലാത്ത സ്ഥലമാണ്. രാവിലെ 4 മണിക്ക് അവിടെ സൂര്യൻ ഉദിച്ച വെട്ടമാണ്. ഉറങ്ങാൻ പോലും പറ്റില്ല. 4 മണിക്ക് എല്ലാവരും എഴുന്നേൽക്കും. ഇവിടെ ഞങ്ങൾ പോകുന്ന സിസ്റ്റർമാർ ആഴ്ചയിൽ ഒന്നാണ് വീട്ടിലേക്ക് പോലും ഒന്ന് ഫോൺ വിളിക്കുന്നത്. അപ്പം ഞാൻ ചിന്തിച്ച്, എൻ്റെ ഈശോയെ, ഇതെന്തൊരവസ്ഥയാണ്. എന്നെ എൻ്റെ പ്രൊവിൻഷ്യാളമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ആൻമരിയ, ഇങ്ങനെയാണ് അവിടുത്തെ സുപ്പീരിയർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കോളേജിൽ അച്ഛനുമായിട്ടൊന്ന് സംസാരിക്കുക. നമ്മൾ കോളേജിൽ നിന്ന് വേണ്ടെന്ന് വെക്കുകയാണ്. നമ്മൾ എന്നിട്ട് അരുണാചൽ പ്രദേശിന് പോകണം. തമ്പുരാനെ മതി. എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർത്തുള്ളികൾ ധാരധാരയായി ഒഴുകുകയാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അനുസരണം അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊവിൻഷ്യൽ അമ്മയോട് പറഞ്ഞു, അമ്മേ, മനസ്സുകൊണ്ട് ഒരു ശകലം പോലും ആഗ്രഹമില്ല അരുണാചൽ പ്രദേശിന് പോകാൻ. പക്ഷേ അധികാരികളിൽ വരുന്ന ദൈവഹിതമായതുകൊണ്ട് ഞാനിത് ഏറ്റെടുത്തോളാം, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് രാത്രി മുഴുവൻ ഇരുന്ന് കരയുകയാണ്. സക്രാനയുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് കരയും. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന അഭ്യുത കാംക്ഷികൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടോ? അവരെ കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. ഈ അഭ്യുത കാംക്ഷികൾ ഇവിടെ നോക്കിയോ ന്യൂസ് കിട്ടി എന്നെ ഇവിടുന്ന് അരുണാചൽ പ്രദേശിന് പാക്ക് ചെയ്യുന്നു. ഉടനെ അവരെന്നെ വിളിക്കുകയാണ്, ആൻമരിയ, ഞങ്ങൾ പറയാം, പിതാവിനെ കൊണ്ട് പറയിപ്പിക്കാം, ആ സിസ്റ്ററിനെ കൊണ്ട് പറയിപ്പിക്കാം, ആ ധ്യാനഗുരുവിനെ കൊണ്ട് പറയിപ്പിക്കാം, ആൻമരിയ പോകരുത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും എനിക്ക് വേണ്ടി എൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറിനെ വിളിച്ച് റെക്കമെൻഡ് ചെയ്തെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നീട് ഒരിക്കൽ പോലും നിങ്ങളാരുമായി എനിക്കൊരു കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. എൻ്റെ ഈ ഒരവസ്ഥ കാണുന്ന തമ്പുരാൻ എന്നെ ഇവിടെ വേണമെങ്കിൽ തമ്പുരാൻ ഇടപെട്ടുകൊള്ളും, നിങ്ങളാരും പറയരുത് എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എന്നിട്ടും ആരോ ഒരാൾ റെക്കമെൻഡ് ചെയ്യാൻ വരുന്ന ഒരു ദോഷമാണ് ഞാൻ പറയുന്നത്. ആരോ ഒരാൾ ചെന്നിട്ട് വേറൊരു സിസ്റ്ററിനോട് പറഞ്ഞു, അല്പം അധികാരമൊക്കെ സിസ്റ്ററിനോട് ചെന്നിട്ട് പറഞ്ഞു, ആ ആൻമരിയായെ വചനമൊക്കെ പറയാൻ തുടങ്ങിയ സിസ്റ്റർ അല്ലേ, നിങ്ങൾ അരുണാചൽ പ്രദേശിനൊന്നും പാക്ക് ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഉടനെ ഈ സിസ്റ്റർ കേട്ട പാതി കേൾക്കാത്ത പാതി ഓടി വന്ന് എൻ്റെ മഠത്തിലെ സിസ്റ്ററിനോട് പറഞ്ഞു, ആ കൊച്ചിനെ നിങ്ങൾ വിടരുത് കേട്ടോ, അത് അരുണാചലിന് പോയാൽ ശരിയാകത്തില്ല. ഉടനെ ഇവരെന്ത് വിചാരിച്ചു, ഞാൻ പാവപ്പെട്ട ഞാൻ പറയിപ്പിച്ചതാണ്. സ്വാഭാവികമായും അവർ ചിന്തിക്കുകയല്ലേ. അതോടുകൂടി അവരെന്ത് ചെയ്തു, സ്ക്രൂ ഒന്നുകൂടെ മുറുക്കി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി അധികം താമസിക്കണ്ട, എപ്പോഴാ പോകുന്നതെന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കൂടി ഇവിടെ നിൽക്കായിരുന്നു. ഞാൻ പറഞ്ഞു, ഒരു 2 ദിവസം അവധി തരുമോ? ഒരു ദിവസം കോളേജിൽ ചോദിക്കണം, ഒരു ദിവസം എനിക്ക് വീട്ടിലൊന്ന് പോകണം, തരാമെന്ന് പറഞ്ഞു. 3-ാം ദിവസത്തേക്ക് ടിക്കറ്റും ബുക്ക് ചെയ്തവരെല്ലാം റെഡിയായി. അന്ന് രാത്രിയിലും
ഈശോയുടെ മുമ്പിലിരുന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തമ്പുരാൻ എനിക്കൊരു വചനം തന്നു. ഞാനിങ്ങനെ ഈശോയുടെ മുമ്പിൽ നിന്ന് കരയാം. ഞാൻ സങ്കടമുണ്ട്, വിഷമമുണ്ട്, പക്ഷേ അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. എന്നെ കാണുന്നൊരു കർത്താവ് ഇനി എൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാൻ പോവുകയാണ്. ഈ കർത്താവിന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞ ഒരു ദിവസമാണ്. ഞാൻ പ്രാർത്ഥിച്ച ഈശോ എനിക്ക് തന്ന വചനം വെളിപാട് 3-ാം അധ്യായം 7, 8, 9 വചനങ്ങളാണ്. ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കും. അതാണ് വചനം. ഈ വചനം ഞാനങ്ങ് വായിച്ചു. ഈ വചനം ഞാനങ്ങ് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു ശക്തിയല്ല നിറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുക. എന്നിട്ട് ഞാനിങ്ങനെ ഒരു സ്വരം കേൾക്കുകയാണ്. ഈശോ പറയുവാണ്, ഈശോ എന്നെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ സുവിശേഷത്തിനായി എനിക്ക് തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഓർക്കണം, എൻ്റെ അടുത്ത് ആരും സാരമില്ലെന്ന് പറയാൻ വന്നില്ല, ആരും എന്നെ ആശ്വസിപ്പിക്കാൻ വന്നില്ല. ഈശോയുടെ മുമ്പിൽ രാത്രി ഇരുന്ന് വചനം വായിക്കുമ്പോൾ എനിക്ക് തന്ന വചനമാണ് ഈശോ, ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ സ്ഥാപിച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പൊ എൻ്റെ വാതിൽ പൂട്ടിയേക്കും അല്ലേ? ആണോ? എൻ്റെ വാതിൽ പൂട്ടിയിരിക്കുക. പക്ഷെ തമ്പുരാൻ എന്ന വചനം എന്താണ്? വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. എന്നിട്ട് ഈശോയുടെ സ്വരം ഞാൻ കേട്ടു, കർത്താവെ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ നീ എനിക്ക് വേണ്ടി സുവിശേഷത്തിനായി തുറക്കണമേ. ഞാൻ ഈ പ്രാർത്ഥന അങ്ങ് ആവർത്തിച്ച് പറയാൻ തുടങ്ങി. ഇനി 2 ദിവസമുള്ളത്. ഒരു ദിവസം കോളേജിൽ പോയി പറയണം. കോളേജിൽ അച്ഛനോട് ചെന്ന് പറഞ്ഞു. ഇനി ഒരു ദിവസം കൂടി അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടുകാരൊക്കെ വന്ന് കണ്ടതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ദിവസം എന്നെ കോട്ടയം പരിത്രാണ ധ്യാന കേന്ദ്രത്തിൽ കൗൺസിലിങ്ങിന് വിളിച്ചു. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും അവസാനത്തെ ദിവസമാണ്, പോയേക്കാം. വീട്ടിൽ പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. കാരണം ഇനി എനിക്കൊരു ശുശ്രൂഷ ജീവിതമില്ല, അവസാന ദിവസമല്ലേ, പോയേക്കാന്ന് ഓർത്ത് പോയി. അവിടെ ചെന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു. കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ 7:30 മുറി വരുമ്പോൾ എൻ്റെ ഫോണിൽ ഒരു കോള് വന്നിട്ടുണ്ട്. വന്നത് അരുണാചൽ പ്രദേശിലെ സുപ്പീറിൻ്റെ ഫോൺ കോളാണ്. സുപ്പീർ ഇതിനു മുമ്പ് എന്നെ വിളിച്ചിട്ടില്ല, അവിടുത്തെ സിസ്റ്റർ. ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തു. ആൻമരിയ അല്ലാതെ പോരാനൊക്കെ റെഡിയായോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, പോരാൻ ഞാൻ റെഡിയായി. അപ്പം എന്നോട് പറയുക, കൊച്ചേ ഇനി പോരണ്ട കേട്ടോ, ഞങ്ങൾക്ക് ഇവിടെ ഒരാളെ കിട്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ടിക്കറ്റ് ഉൾപ്പെടെ എനിക്ക് ബുക്ക് ചെയ്ത് വെച്ച് എൻ്റെ മതിലുകൾ എനിക്ക് വേണ്ടി വാതിലുകളൊക്കെ പൂട്ടപ്പെട്ട സമയത്ത്, ആരാലും മറന്നിരിക്കുന്ന സമയത്ത് ആരെന്നെ ഓർത്തു? ആരെന്നെ ഓർത്തു? അന്ന് സ്വർഗം എന്നെ ഓർത്തത് കൊണ്ടാണ് ഇന്ന് 2019 ജൂലൈ മാസം 27-ാം തീയതി മൈലംപള്ളിയുടെ അൾത്താരയുടെ മുമ്പിൽ നിൽക്കാൻ കർത്താവ് അനുവദിച്ചത്. സ്വർഗം ഇങ്ങനെ ഓർത്തോർത്ത് എഴുതി വയ്ക്കും എന്നെയും നിങ്ങളെയും കുറിച്ച്. നിങ്ങളതുകൊണ്ട് ഭാരപ്പെടണ്ട. എത്ര വല്ല പ്രതിസന്ധിയും പ്രശ്നങ്ങളുണ്ടെങ്കിലും സ്വർഗം ഓർത്തിടപെടാൻ പ്രാർത്ഥിക്കുക.